ഗസ്റ്റിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഇവാനുക്കുട്ടി. ഹിൽ പാലസ് എത്തിയില്ലേ? ഇതാണ് ഹിൽ പാലസിൻ്റെ കവാടം. നാഗവല്ലിയുടെ വിഹാര കേന്ദ്രം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. പോവാം. നേരോട്ടിയല്ലേ അല്ലേ? ഇതാണ് മെയിൻ എൻട്രൻസ് ഹിൽ പാലസ്. ആ കാണുന്നതാണ് ഹിൽ പാലസ്. അല്ല ഇവരുടെ ഇതിൻ്റെ കോമ്പൗണ്ടാണ്. അതൊരു കുളമാണ്. അത് കുളം കാണിച്ചു. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. കാണാത്തവർക്ക് വേണ്ടിയാണ്. കൊച്ചിയിലെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്. അങ്ങോട്ടൊന്നും ചാടില്ലേ? നോക്കിയോ. ഈ ഹിൽ പാലസിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവരുടെ പരമ്പരകൾ ഇവിടെ തന്നെ താമസിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേട്ട് കേൾവി. അറിയില്ല. അപ്പോൾ നല്ലൊരു ഏക്കറിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. നല്ലൊരു നമ്മളിങ്ങനെ നേരെ കയറി വന്നാൽ മതിയായിരുന്നു. നമ്മളിങ്ങനെ കറങ്ങിയാണ് വന്നത്. ആ കാണാണ് ഹിൽ പാലസ്. ഇങ്ങനെ നടന്ന് അങ്ങേ അറ്റം വരെ പോകണം. ഇങ്ങനെയും പോവാം. ഇങ്ങനെ എൻട്രൻസ് ഉണ്ട്. കാറുകളൊക്കെ ഈ വഴിയാണ് പോകുന്നത്. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. ഇയാളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇവാനുക്കുട്ടി. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുള്ളതാണ്. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ആഗസ്റ്റ് 15 പൊടിയൊക്കെ ഉണ്ട്. ആ ചേച്ചി അവിടെ നിന്ന് ഇവിടെ ഇത് നോക്കാനും പിടിക്കാനൊക്കെ മെയിൻ്റെനൻസിലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റെപ്പ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ചാടി ഓടി കയറി പോകുന്നുണ്ട്. അല്ലടാ അണ്ണാ? ഓടല്ലേ? ഇതിങ്ങനെ കയറി അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. നമ്മളെത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിൽ പാലസിലേക്ക്. മെയിൻ എൻട്രൻസ് ആണ് ഇത്. ഒരാളിവിടെ സ്റ്റെപ്പ് കയറി കതച്ചി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പെട്ട് കയറിട്ട് വലിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് കൊച്ചാക്റ്റീവ. നമുക്ക് അകത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ നോക്കാം. അല്ലെങ്കിൽ ആൾക്കാർ പിടിച്ച് പഞ്ഞിക്കിടുക. അവിടെയാണ് നമ്മളുടെ ക്ലോക്ക് റൂം വരുന്നത്. അവിടെയാണ് നമ്മൾ
ചെരുപ്പകത്ത് അലൗഡല്ല. അപ്പോൾ എല്ലാം പുറത്തിട്ടിട്ടാണ് അകത്തേക്ക് കയറാനായിട്ട്. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, നടപ്പുണ്ട് കുറച്ച് ഇങ്ങോട്ട്. രണ്ടുപേരും കതച്ചിട്ടാ, രണ്ടുപേരും കതച്ച് പെട്ട് കതച്ച് പോയി. വെള്ളം കുടിക്കട്ടെ കുറച്ച് അല്ലേ? സ്റ്റെപ്പ് ഓടിക്കാറാൻ ആരാ പറഞ്ഞേ അല്ലേ? ആരാ ആവശ്യം ഇത്? ഇതൊരുപാട് പഴക്കമുള്ള ഒരു പാലസാണ് ഇത്. അപ്പോൾ ചെരുപ്പൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്ത് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ എടുക്കാം. ഒരു 100 എബോ വരുമല്ലേ? എൻ്റെ 100 വർഷത്തിന് മേലെ എന്തായാലും പഴക്കമില്ലേ? മോർ ദാൻ 100 ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് അറിയില്ല. എന്തായാലും 100 വർഷത്തിന് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തൊക്കെ ഇത്തിരി പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അകത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെയാണെന്ന് കയറി നോക്കട്ടെ. രാധാസപ്പത് വീഡിയോ അലൗഡ് അല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ എടുക്കാം, കുഴപ്പമില്ല. പഴയ കാരണവന്മാരുടെയൊക്കെ പഴയ രാജാക്കന്മാരുടെ രാജസഭയാണിത്. ഇവിടെ കണ്ടാണ് നാഗവല്ലി ഓടി ഇറങ്ങിച്ചത്. ഇപ്പോൾ ചെറിയൊരു നാഗവല്ലി ഇവിടെ ഉണ്ട്. ഇത് പഴയകാല ലിഫ്റ്റാണ്, ഇപ്പോൾ വർക്കിംഗ് അല്ല. എക്സ്പ്രസ് ലിഫ്റ്റ് കമ്പനി ലണ്ടൻ 1914 ആദ്യമായിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നത്. അവിടെ ഒരാൾ എഴുതി പഠിക്കണേ. നമുക്കതിൻ്റെ അകത്ത് ലിമിറ്റ് ഉണ്ട്. ഫോട്ടോസൊന്നും അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുറേ. അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അതിൻ്റെ പാലസിലെ കുളത്തിലേക്ക് പോവാം. പണ്ട് കാലങ്ങളിൽ ഈ രാജാക്കന്മാരും എല്ലാവരും കുളിച്ചിരുന്ന വെച്ചാൽ ഇതാണ്. അവിടെ തിരക്കാണ്. ഇവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പാലസിൻ്റെ ബാക്കിലുള്ള എൻട്രി. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ എന്തൊക്കെയുണ്ട്. ചെറിയൊരു സൂ പോലെയൊക്കെ. സൂ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നേരത്തെ വന്നപ്പോൾ കുറേ മാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, നോക്കാം. ഫൈനലി ഞങ്ങൾ മാനിനെ കാണാൻ വേണ്ടി പോണേ. ഇവിടെ കുറേ ഔട്ട് ഹൗസ് പോലെയൊക്കെ ഉണ്ട്, എന്താ സെറ്റപ്പെന്ന് അറിയില്ല. പൈതൃക ദൃശ്യ മന്ദിരം. മാനിനെ കാണിക്കാമെന്നും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അന്ന് കൊണ്ട് രണ്ടും കൂടെ. ടൈഗർ വരുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുന്നതാണ്. ടൈഗറാണെന്ന് പറഞ്ഞ് പറ്റിച്ചേക്കണേ. ഇത് അവിടെയാണ് അവർക്ക് തമ്പടിച്ചേക്കുന്നത്. ഇവിടെ ഒരു കേജ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വന്നപ്പോഴതുപോലെ അതിനൊക്കെ തന്നെയുണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ. കംപ്ലീറ്റ് വൃക്ഷങ്ങളാണ് ഇതിൽ, ചെടികളും കുറേ സാധനങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് കുളിക്കണ സ്ഥലം, കുളിസ്ഥലം. ഇത് നേരെ ക്യാൻറ്റീൻ ഇവിടെ തന്നെയാണ്. ക്യാൻറ്റീനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണം കൊണ്ടിട്ട് ഊഞ്ഞാറാക്കിയിട്ട് ആടേണ്ട ആൾക്കാർ. അങ്ങനെ എത്തി, സ്ഥലത്തെത്തി. മാനെ കാണാനായിട്ടുള്ള ഓട്ടമാണ്. ദേ നിൽക്കുന്നേ. അവിടെ ഒരു മാൻ, 2 മാൻ, 3 മാൻ, 4 മാൻ, കുറേ മാനുകളുണ്ട്.
ഫീഡിങ് ടൈമാണ്. ഇവന് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ മാനെ കളിപ്പിക്കണേ. അത് കഴിക്കുമല്ലേ അത്? ഇവിടെ നിനക്ക് എന്ത് വേണം അടി? എന്ത് വേണം നിനക്ക്? എന്ത് വേണം നിനക്ക്? ആദ്യം കൊടുത്ത് കഴിച്ചില്ല, അപ്പോൾ പുല്ലെന്തോ കുറച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. ആ അത് കഴിക്കുന്നുണ്ടല്ലോ. ആ ഓടിച്ചെല്ലി 2 റൗണ്ട് പറിച്ചോ. ഹായ് ബഡി, എവിടെ ഉണ്ട്? ഇവിടെ കൊടുക്ക്. ആ കഴിക്കുന്നുണ്ട്, അടിപൊളി, പേടിയൊന്നുമില്ല കേട്ടോ. വാ, ആളതിൽ എൻഗേജറായി, ആൾക്കത് മതി. ഇത് എവിടെ ഉണ്ട്? അങ്ങോട്ട് പോയി. അത് കൊടുക്കണോണ്ട. കടിക്കൊന്നുമില്ല അല്ലടാ, വേണോ നമ്മളെ കടിക്കുവോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? ആ കേട്ടോ. അവിടെയൊക്കെ കുറേ എണ്ണം ഉണ്ട്. ഇതൊക്കെ ഫീമെയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫീമെയിലാണ്, അതൊക്കെ എല്ലാം മെയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാടുണ്ട് അവിടെയൊക്കെ. അത് മെയിലാണെന്ന് തോന്നുന്നത്. ഇത് ആ ഒരാളിവിടെ ഇതിൻ്റെ പുറകിൽ നിന്ന് മാറൂല്ല ഇനി. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതേ അടുത്ത് കുഞ്ഞാണോ അത്? ഇതേ ഇവിടെ. എടാ ഇവിടെ വാടാ, ഇവിടെ കമോൺ. അവനുണ്ട്. ആ അവൻ ചാടിയനുണ്ട്. ഇവിടെ കമോൺ എന്ന് പറഞ്ഞ പോലെ മനസ്സിലായി. അത് മൊത്തം ഇങ്ങോട്ട് വരച്ചിട്ട് വരി. ജേസി വിളിക്കണോ? പിന്നില്ലേ? ആ പറഞ്ഞോ. എന്താണ്? എടാ അങ്കക്ക് ഓർന്ന് തണ്ടാ, അങ്കോറം കൊടുക്കട്ടാ. ഇവിടെ കൊറേ എണ്ണ കണ്ടല്ലോ. ആ അതന്നെ സ്റ്റോക്ക് അറച്ച് വന്നത് ഇറക്കിട്ട് പോയി. ഡി നിന്റെ കമ്പനിക്കാരെ വിളിച്ചോണ്ടോടി. ഡി പുള്ളിമാനെ അവര് കൊണ്ട് വഴക്കിട്ടിരിക്കണ്ട. അപ്പുറത്ത് ഇവിടെടാ, ഞാൻ അതിനെ വിളിച്ച് വിശപ്പ് മാറിയെങ്കിൽ കുറെ പേര് അതിലേ കൊടുക്കണത് ഇപ്പൊ. ആ പോണു വിളിച്ചേ അവനവിടെ തിന്നണേണ്. പൊട്ടി ട്രിപ്പാവട്ടെ. അതിന്റെ വായിൽ വേറെ ഉണ്ടോ? മറ്റവും പോയാ അവൻ കണ്ട് ഇവർക്ക് പേടി മാറിയേക്കണേ, മനസ്സിലായോ? ആൾക്കാരെ കണ്ട് സാധാരണ മാനുകളൊന്നും ഇങ്ങനെ നിൽക്കുന്ന വരുന്നില്ല. ഇഷ്ടപ്പെട്ടു കുറെ. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ അകവും പുറത്തൊക്കെ എല്ലാം കണ്ടു. പക്ഷെ അകത്ത് നമുക്ക് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരു കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ പുറത്തേക്കുള്ള എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ പാലസിൻ്റെ. ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഇങ്ങനെ കറങ്ങി ഫ്രണ്ടിലേക്ക് പോകും. എന്നാ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിസിറ്റ്, ഞങ്ങളുടെ വ്ളോഗ്. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യണം. ബാക്കി നമുക്ക് നോക്കാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സെറ്റപ്പിൽ നടന്ന് ഇനി കുറച്ച് വലിയൊരു റൗണ്ട് കഴിഞ്ഞ് നടന്ന് മഞ്ഞാണ് കഴിഞ്ഞ് ഇതേ ഫ്രണ്ടിൽ ഒരെണ്ണം പോകുന്നുണ്ട്. ഐസ്ക്രീം ഐസ്ക്രീം ഷോപ്പ്. ഐസ്ക്രീം വേണമെന്ന് പറയണ്ട. അപ്പോൾ ഐസ്ക്രീം മേടിക്കാനായിട്ട് ഇനി പോകണം. അവിടെ ഉണ്ട് ഷോപ്പിൽ. ഐസ്ക്രീം ഷോപ്പിലേക്ക് നടക്കുകയാണ്. നടന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം അങ്ങനെ ഐസ്ക്രീം ഷോപ്പിലേക്ക് നടന്ന് എത്താറായി. അവിടെ നിന്ന് തന്നെ വരവാൻ. അയ്യോ, ഇത്ര നടന്നു ടയേർഡായി. ഐസ്ക്രീം ഷോപ്പിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളുടെ ഹിൽ പാലസ് നേരെ വീട്ടിലേക്ക് പോകണം. ഐസ്ക്രീം ഒക്കെ ചോദിച്ചിട്ട് തന്നില്ല. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ബേസ് തന്നെയാണ്. നേരെ വെള്ളം കുടിക്കാൻ പോകാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ സിൽക്കോണ്ട ഒരു ചെറിയൊരു കേഫ് ഔട്ട്ലെറ്റിൽ വന്നേക്കണേ. ഇവൻ്റെ മേത്ത് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് വഴക്കിട്ടിരിക്കണേ. സാരമില്ല, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ശരിയാക്കല്ല. വഴക്കിട്ടിരിക്കണേ ഒന്ന് ആൻറ്റീനെ പേടിപ്പിക്കണുണ്ട് ഇടക്ക്. ഹലോ, അത് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. പഴംപൊരി ചിക്കൻ ബനാന അതല്ലേ ഇവാന് പഠിക്കേ.